പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തീമോത്തിയോസിന് പരിശുദ്ധനായ പൗലോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള ഏതാനും വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഒതുങ്ങുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫേസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. പരിശുദ്ധനായ പൗലോസ്ലീഹ ഏഷ്യ മൈനറിലെ ബിഷപ്പായ തീമോത്തിയോസിനോട് ഒരാജ്ഞ കൊടുക്കുകയാണ്. നീ എഫേസൂസിൽ തന്നെ താമസിക്കണം. അവിടെ താമസിച്ച് അവിടെ ഉള്ള ദൈവ ജനത്തിന് നീ ചില കറക്ഷൻസ് കൊടുക്കണം. അവർക്ക് ചില കാര്യങ്ങൾ തിരുത്തി കൊടുക്കണം. അവരുടെ സ്വഭാവത്തിലുള്ള ചില പാളിച്ചകൾ നീ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവരെ സത്യത്തിൻ്റെ മാർഗത്തിൽ നിലനിർത്തണം. കാരണം അവർ സ്നേഹത്താൽ നിറയണം, വിശ്വാസത്തിൽ വേരുറയ്ക്കണം, നല്ല മനസാക്ഷിയോടെ വചനം സ്വീകരിക്കണം. ആജ്ഞയുടെ ഉദ്ദേശം ഇതാണ്: ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഈ ഒരു കൽപ്പന അപ്പസ്തലൻ കൊടുക്കുവാൻ കാരണം ഹൃദയം ശുദ്ധമല്ല പലരുടെയും. ശുദ്ധ ഹൃദയത്തിലല്ല വചനം സ്വീകരിക്കുന്നതും അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും. ഹൃദയം ശുദ്ധമല്ല. അത് വലിയൊരു കെടുതിയാണത്, ശുദ്ധമല്ലാത്ത ഹൃദയം. അതുകൊണ്ട് ദൈവവേല ചെയ്യാം, പക്ഷേ അത് ദൈവത്തിനെന്നും വേദനയാണ്. ആർക്കും പ്രയോജനപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഉള്ളവും വേദനിക്കും. അതുപോലെയാണ് ഒരു നല്ല മനസാക്ഷി. വചനം സ്വീകരിക്കുന്ന ഒരു നല്ല മനസാക്ഷിയോടെ ആയിരിക്കണം. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വചനം ദൈവം തരുന്ന വിലയേറിയ മണിമുത്തുകളല്ലേ വചനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ പ്രസംഗമൊന്നുമല്ല പ്രിയപ്പെട്ടവർ. വചനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു തരുന്ന മണിമുത്തുകളാണ്. കർത്താവിൻ്റെ മനസ്സാണ് നമുക്ക് പൊഴിച്ചു തരുന്നത്. അതിന് വില കൊടുക്കണം. ആ വില കൊടുത്ത് നമ്മുടെ മനസാക്ഷിയിൽ അത് സ്വീകരിച്ച്, ശുദ്ധ മനസാക്ഷിയിൽ സ്വീകരിക്കണം. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. പിന്നെ അത് അനുസരിക്കണം, വചനം അനുസരിക്കണം. ഇങ്ങനെ വചനം സ്വീകരിച്ച്, വചനം ശുദ്ധമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനം അനുസരിക്കുന്ന ഒരു ദൈവജനം, അവരെ ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ കൽപ്പന കൊടുക്കുന്നത്. നീ എഫേസസിൽ തന്നെ അതിനു വേണ്ടി താമസിക്കണം. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഒതുങ്ങുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫേസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കദോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഉപദേശം അന്യത ഉപദേശിക്കരുത്. കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം. ക്രിസ്തു ദൈവത്തിന് സ്തോത്രം. പാപികൾക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തു, ക്രൂശിൽ മരിച്ച യേശു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ ആപ്തവാക്യം.
ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഉള്ളതായ ചില മനുഷ്യരെ കണ്ടുകൊണ്ടോ അന്യത ഉള്ള ഉപദേശങ്ങളോ ഒന്നും ദൈവവ്യവസ്ഥയ്ക്ക് യോജിച്ചതല്ല. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഒതുങ്ങുന്ന കെട്ടുകഥകൾ, അന്തമില്ലാത്ത വംശാവലികളെയും ഇതൊന്നുമല്ല വചനം. അതൊന്നും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. കാരണം ഈ വചനം വിട്ട് ഇപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞാൽ അത്രയും പേർക്ക് ദൈവസ്നേഹം കിട്ടാതെ പോകും. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിലുള്ള ദൃഢമായ വിശ്വാസവും അത് വർദ്ധിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ദൈവവേലയുടെ ലക്ഷ്യം. അതുകൊണ്ട് അവിടെ വംശാവലികളോ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ചില മനുഷ്യരെ നോക്കിയുള്ളതായ ആശ്രയങ്ങളോ കെട്ടുകഥകളോ ഇത് ദൈവവ്യവസ്ഥയ്ക്ക് യോജിച്ചതല്ലാത്ത രീതിയിലുള്ള ചില ഡോക്ട്രിൻസോ തിയോളജിയോ അല്ല പ്രിയരെ, അതൊന്നും അല്ല വചനം. കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് മരിച്ചു. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ കണ്ടു. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ നിത്യജീവൻ്റെ അവകാശിയാക്കുവാൻ അവൻ കണ്ടു. ആ നിത്യമായ യുഗ കാര്യപരിപാടിയിൽ എന്നെ ഉൾപ്പെടുത്തി. ദൈവത്തിൻ്റെ നിത്യമായ യുഗ കാര്യപരിപാടി, അതിൽ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ കണ്ടു, എന്നെ നിയമിച്ചു, തിരഞ്ഞെടുത്തു, എന്നെ വിളിച്ചു. ഞാനറിഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ വിളിയും തിരഞ്ഞെടുപ്പും അത് എന്നിൽ സാർത്ഥകമാക്കാൻ, എന്നിൽ അത് പ്രാവർത്തികമാക്കാൻ, എന്നെ അതിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ ദൈവം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. എൻ്റെ പാപം ഒന്നും വെച്ചുകൊണ്ട് ഞാൻ നിത്യജീവൻ്റെ അവകാശിയാകുകയില്ലല്ലോ. സ്വർഗത്തിൽ പോകാൻ യാതൊരു അശുദ്ധനും സാധ്യമല്ലല്ലോ. പാപത്തിൻ്റെ ഒരു കണിക പോലും വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ലല്ലോ. എങ്കിൽ അതിനുള്ള ഒരേ ഒരു മാർഗം, എനിക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്ന സ്വർഗീയ കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ രക്തം, ആ രക്തം മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അത് വിശ്വസിക്കുവാൻ, ആ ക്രൂശിലെ ത്യാഗമരണത്തിൽ, ആ കഷ്ടാനുഭവങ്ങളിൽ യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, അത് വിശ്വസിക്കാനുള്ള കൃപ, അവിടെയാണ് വചനത്തിൻ്റെ ആ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. രക്ഷയുടെ വചനം പ്രിയപ്പെട്ടവരെ, അത് സ്വീകരിക്കാനാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുന്നതിൻ്റെ ഉദ്ദേശവും വേറെ ഒന്നുമില്ല പ്രിയപ്പെട്ടവർ, അത് മാത്രമാണ്. പാവപ്പെട്ട ഞങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. ഈ യേശുവിലേക്ക് നിങ്ങൾ നോക്കണം, യേശുവിലേക്ക് നിങ്ങൾ ആശ്രയിക്കണം, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം. അവൻ എൻ്റെ കർത്താവാണെങ്കിൽ എന്നെ നിയന്ത്രിക്കുന്നത് അവനായിരിക്കും, അവയവങ്ങളെ നിയന്ത്രിക്കുന്നത് അവനായിരിക്കും. കർത്താവ്, എല്ലാത്തിൻ്റെയും കർത്താവ്, അധികാരി. എൻ്റെ ചിന്തകളുടെ അധികാരം, എൻ്റെ ചിന്തകളുടെ ഉറവിടം, അതിൻ്റെ കേന്ദ്രബിന്ദുവും യേശു ആയിരിക്കും. എൻ്റെ ആഗ്രഹങ്ങളുടെ കേന്ദ്രബിന്ദു യേശു ആയിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ സംസാരത്തിൻ്റെ കേന്ദ്രബിന്ദു യേശു ആയിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് പിടികിട്ടിയാൽ, ആ കേന്ദ്രമായ ആ ബിന്ദു അത് പിടികിട്ടിയാൽ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. എത്ര പ്രാഗൽഭ്യത്തോടാണ് അപ്പോസ്തലൻ പറയുന്നത്. ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ നോക്കുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സത്യസുവിശേഷം കേൾപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ, എനിക്ക് കൃപ തന്നല്ലോ. എനിക്ക് ആ വചനത്തിലേക്ക് എന്നെ ആകർഷിച്ചല്ലോ. എൻ്റെ ജീവിതം കർത്താവിന് കൊടുക്കുവാൻ, ഈ ഹൃദയത്തിലേക്ക് അവനെ സ്വീകരിക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചല്ലോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതായിട്ട് ഞാൻ കാണുകയാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ വചനം, മായമില്ലാത്ത വചനം ജനത്തിന് കൊടുപ്പാനാണ് ഈ അപ്പോസ്തലൻ എഫെസസിൽ താമസിക്കണമെന്ന് ഈ തീമോഥെയോസിനോട് അപേക്ഷിക്കാൻ കാരണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. വീണ്ടും 2-ാം അധ്യായം 1 തീമോഥെയോസ് 2:8 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. 1 തീമോഥെയോസ് 2:8 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും
വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂട്ടായ്മക്കാരെല്ലാം കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെല്ലാവരും കേൾക്കണം. ഇത് ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും, പ്രിയപ്പെട്ടവരെ ഏത് കൂട്ടായ്മയിൽപ്പെട്ടവരാണെങ്കിലും, പ്രിയപ്പെട്ടവരെ ഇതെല്ലാം കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ കാണുന്നതായ ദുഷ്പ്രവണതകളും ഓരോരോ കാര്യപരിപാടികളും കാണുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തി പോവില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേദനിക്കില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതെവിടെയാണെങ്കിലും ഞാനൊന്നും പ്രത്യേക ആരെയും വിമർശിക്കാനോ ഏതെങ്കിലും സഭയോ ഉദ്ദേശമോ ഒന്നും അല്ല പറയുന്നത്. മൊത്തത്തിൽ ക്രിസ്തീയ ഗോളത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവമേ വേദനിക്കാനും ലജ്ജിക്കാനും അല്ലേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് സംഗ്രഹിച്ചൊന്ന് അനുസരിച്ച് ജീവിച്ചാൽ കൊള്ളാമായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണിത്. മനുഷ്യന് സംസ്കാരം വർദ്ധിച്ച് വരുംതോറും ഈ കാര്യങ്ങളിലൊന്നും ഒരു അയവും വരുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമ്മതിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കാലം മാറുന്നതനുസരിച്ച് സ്വഭാവം മാറി ലോകത്തിനനുരൂപമായി, ലോകത്തെ പ്രസാദിപ്പിക്കുന്ന ലോകത്തിനനുരൂപമായി വസ്ത്രധാരണം, സ്വഭാവങ്ങൾ, ഇതൊന്നും ദൈവം അംഗീകരിക്കുകയില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഉള്ളിൽ ഇത് സംഗ്രഹിച്ചാൽ കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അതിൽ കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടെ സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയെല്ലാം അനുസരിക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. വർഷങ്ങളായിട്ട് ആദ്യകാലം വരെ കൂട്ടായ്മയെ സംബന്ധിക്കുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. ഇതെല്ലാം അനുസരിച്ചാൽ എന്നുമെന്നും ഇതെല്ലാം എല്ലാ കാലത്തും പ്രസക്തമായ വചനമാണിതെല്ലാം. അടുത്ത വാക്യം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. ലജ്ജാശീലത്തോടും വിനയത്തോടും കൂടെ, താഴ്മയോടുകൂടെ. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെങ്ങനെ ജീവിക്കണമെന്നുള്ളതെല്ലാം വചനത്തിൽ പല സ്ഥലത്തും നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതലേ നാം കാണുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവർ. അതിനുള്ള യോഗ്യതയും എനിക്കില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ വലിയ കൃത്രിമമായ സൗന്ദര്യവർദ്ധകമായ കാര്യങ്ങളുമെല്ലാം ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. നല്ല ഉചിതമായ വസ്ത്രം ധരിക്കണം. ദൈവത്തിന് സ്തോത്രം. ശരിയായ ശരീരം മറക്കത്തക്കയുള്ള വസ്ത്രം ധരിക്കണം. അതിന് മാറ്റമൊന്നുമില്ല. അതുപോലെ നമ്മളെ അലങ്കരിക്കേണ്ടത് ഈ വലിയ ഹെയർ സ്റ്റൈല്, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ നിന്ന് വരുന്ന വാക്കുകൾ, വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാക്കുകൾ, സ്നേഹത്തിൻ്റെ വാക്കുകൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ ചിന്താമണ്ഡലങ്ങൾ, നമ്മളിലുള്ള പ്രവൃത്തികൾ എല്ലാം മറ്റുള്ളവരെ അവരെ അതുകൊണ്ടാണ് നമ്മളെ അലങ്കരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്ന് വെച്ച് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിവാഹം നടന്നു, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ സമയം, ഒന്നും അലങ്കരിക്കേണ്ടതെന്നോ ഒന്നും പറയുന്നില്ല. അതല്ല പ്രിയപ്പെട്ടവരെ, എപ്പോഴും അതുതന്നെ നമ്മുടെ ആഗ്രഹമായി, എപ്പോഴും ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പോകുന്ന ആ ഒരു പ്രവണത കൊള്ളുകയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ചില സ്പെഷ്യൽ ഒക്കേഷൻസിൽ വളരെ പരിജ്ഞാനത്തോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ പ്രിയപ്പെട്ടവർ, എപ്പോഴും മറ്റുള്ളവരെ എന്നിലേക്ക് ആകർഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയുള്ള ഇപ്രകാരമുള്ള വസ്ത്രധാരണങ്ങളോ അല്ലെങ്കിൽ ആഡംബരങ്ങളോ അല്ലെങ്കിൽ അലങ്കാരങ്ങളോ ഒന്നും ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം യോഗ്യമല്ല പ്രിയപ്പെട്ടവർ. ഇത് പറയുമ്പോൾ ഒരു പഴഞ്ചൻ സിദ്ധാന്തമായിട്ട് തോന്നും. ഒരു പഴഞ്ചനായ മനുഷ്യൻ പറയുന്നു, തോന്നിയാലും വിരോധമില്ല പ്രിയപ്പെട്ടവർ. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് പറയാറുണ്ട്, ദൈവത്തിൻ്റെ വചനമല്ലേ, എനിക്ക് മാറ്റാൻ പറ്റുകയില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ഉചിതമാവും വണ്ണം, ദൈവത്തിന് യോഗ്യമാവും വണ്ണം, ഒരു ദൈവവേദന യോഗ്യമാവും വണ്ണം നിങ്ങൾ പെരുമാറിക്കൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. പിന്നെ സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. സ്ത്രീ മൗനമായിരുന്ന്, ഒരു പുരുഷന്മാരും സ്ത്രീകളും കൂടിയിരിക്കുന്ന രംഗത്ത് സ്ത്രീ മൗനമായിരുന്ന്
പൂർണ്ണ അനുസരണത്തോടുകൂടെ പഠിക്കട്ടെ. പൂർണ്ണ അനുസരണം. പിന്നെ മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാൻ ഞാൻ അനുവദിക്കുന്നില്ല. പുരുഷനെ ഉപദേശിപ്പാനും പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. കൂട്ടായ്മയിലുള്ളവരും കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. പുരുഷന്റെ മേൽ ആധിപത്യം പുലർത്തുവാൻ സ്ത്രീയെ ഞാൻ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു. പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ടത്. ആദ്യം വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ടത് സ്ത്രീയാണ്, ആദാമല്ല. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഈ വചനമെല്ലാം അനുസരിച്ച്, കർത്താവിൻ്റെ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ നോക്കി. പ്രിയപ്പെട്ടവരെ, എന്തൊരു അനുഗ്രഹമാണെന്ന് നമുക്കറിയാമോ? വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ, ഈ വചനമനുസരിച്ച് ഈ വചനത്തിൻ്റെ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു കുടുംബജീവിതം തരാമെന്ന്, അനുഗ്രഹപ്രദമായൊരു കുടുംബജീവിതം. ഇന്ന് മക്കളെ ചൊല്ലി വിലപിക്കുന്നവരില്ലേ അനേകർ? മക്കളെ ചൊല്ലി കരയുന്നതല്ലേ ഇന്ന് അനേകരുടെ ഹൃദയം നൊന്തിരിക്കുന്നത്? ഏറ്റവും വലിയ പ്രശ്നം അവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണം, പ്രിയപ്പെട്ടവർ, സമാധാനമില്ലാതെ അലയുന്നതിന് കാരണം, അനേകരുടെ ജീവിതത്തിൽ ഇന്ന് അതിൻ്റെ ഒരു കാരണമായിരിക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, മക്കൾ മൂലമുള്ള, പുതിയ തലമുറയിലെ മക്കൾ മൂലമുള്ളതായ ആ വലിയ കെടുതിയാണ് മക്കളുടെ ദുസ്വഭാവങ്ങൾ. മക്കൾ ലോകത്തിലേക്ക് ഇറങ്ങുന്നു, വേണ്ടാത്ത കാര്യങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും ഇറങ്ങിപ്പോകുന്നു, അരുതാത്ത കാര്യങ്ങൾ മേടിച്ച് ഭക്ഷിക്കുകയും രുചി നോക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഭക്ഷണശീലങ്ങളെല്ലാം മാറിപ്പോകുന്നു. മദ്യവും അതുപോലെ മയക്കുമരുന്നുകൾ, ഇതിലെല്ലാം യുവതലമുറകളെല്ലാം പോയി നശിക്കുന്നു. സ്വഭാവം മറ്റൊന്നായി മാറുന്നു. അനേകം കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അനേകം വീടുകളിൽ ചെല്ലുമ്പോൾ മാതാവും പിതാവും എല്ലാം കണ്ണീരോടെ പറയുന്നതായ കാര്യങ്ങൾ, പലരും പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറയുന്നതുമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല, തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കുടുംബ ബന്ധങ്ങളില്ല. ഒരിക്കലൊരു അപ്പനും അമ്മയും ഞങ്ങളോട് പറഞ്ഞു, എന്നെ പപ്പേ എന്ന് വിളിച്ചിട്ട് വർഷങ്ങളായി സാറേ. അമ്മ പറഞ്ഞു, ഞാൻ നൊന്ത് പറ്റതല്ലേ, എന്നെ അമ്മേ എന്ന് വിളിച്ചിട്ട് ഞാൻ കേൾക്കാൻ എൻ്റെ ഉള്ളം കൊതിക്കുകയാണെന്ന്. എൻ്റെ മോൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അനേക കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബജീവിതങ്ങൾ തകരുന്നു. വലിയ പ്രതീക്ഷയോടെ കുടുംബ ബന്ധങ്ങളിലേക്ക്, വിവാഹ ബന്ധത്തിലേക്ക് കടക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാം കുട്ടികൾ വളർന്നു വന്നതായ ആ സാഹചര്യം അനുസരിച്ച് അവരെ വേണ്ടതിലും ദൈവഭയത്തിലും അവരുടെ ദൈവവിശ്വാസത്തിലും അവർ വളർന്നു വളർത്താത്തതുകൊണ്ടും പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കുട്ടികളെല്ലാം വേറൊരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മീയമോ ഇല്ലല്ലോ, ദൈവമോ ഇല്ലല്ലോ, ദൈവഭയമോ ഇല്ലല്ലോ, പക്ഷേ പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, എന്താണ് കാരണം? അപ്പനും അമ്മയും മനസ്സ് വയ്ക്കണം. ഈ മക്കളെ ഈ ദൈവഭയത്തിൽ വളർത്തുവാൻ മനസ്സ് വയ്ക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഈ വചനം എന്നെ സ്പർശിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉദ്ദീപിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതെല്ലാം. നിങ്ങൾക്ക് കുടുംബജീവിതം എല്ലാം ഭദ്രമായി തീർക്കാം. നിങ്ങളുടെ കുട്ടികളെ അനുഗ്രഹപ്രദമായ വഴിയിൽ നിങ്ങൾക്ക് നടത്താം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ ദൈവഭയത്തിൽ കുട്ടികൾക്ക് യേശുവിനെ കൊടുത്ത് നിങ്ങളുടെ വീട്ടിൽ കുടുംബജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയും എന്നൊരു നിഷ്ഠയോടുകൂടി ഇതെല്ലാം നടത്തുകയും അതുപോലെ ദൈവത്തിൻ്റെ വചനം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കേൾക്കുവാനുള്ള സംവിധാനങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരുക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൻ്റെ പ്രസംഗങ്ങൾ പവർവിഷൻ ടിവിയിൽ കൂടെ രാവിലെ 5:30-ക്കും ഉച്ചയ്ക്ക് 1:30-ക്കും വൈകിട്ട് 8:30-ക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അരമണിക്കൂർ നേരം. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ സ്വന്തക്കാർ, നിങ്ങളുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ മക്കളും ഒന്നിച്ചിരുന്ന് അത് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. നമുക്കതിൻ്റെ ലിങ്ക് എല്ലാം കിട്ടുന്നുണ്ട്, യൂട്യൂബിൽ ലിങ്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ലിങ്ക് ഇട്ട് ഫോണിൽ തന്നെത്താൻ കേൾക്കുന്നതിനേക്കാൾ എത്രയോ അനുഗ്രഹമാണെന്നറിയാമോ? അനുഭവം കൊണ്ട് പറയുകയാണ് പ്രിയപ്പെട്ടവർ. ദൈവവചനം കുടുംബമായ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കേൾക്കണം. അതൊരു വലിയ അനുഭവമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലും പുതിയ കൃപകൾ പകരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. വചനത്തിന് പ്രാമുഖ്യം കൊടുക്കണം. നിങ്ങൾ ദൈവഭയത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണം. അങ്ങനെ ആത്മീയമായ അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾ വളരണം. ഒരു കുടുംബത്തെ പ്രാർത്ഥന വേണം, കുടുംബ പ്രാർത്ഥന വേണം. എല്ലാവരും, അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും സഹോദരിമാരും ഒന്നിച്ച്
ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന, വചനം മാറി മാറി വായിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് തനത് പ്രാർത്ഥന ചൊല്ലണം. ദൈവത്തിന് സ്തോത്രം. 1-2 പേർ തനത് പ്രാർത്ഥന ചൊല്ലണം. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവനവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥന വേണം. വ്യക്തിപരമായ പ്രാർത്ഥന. യേശുവും ഞാനും മാത്രമുള്ളപ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് എൻ്റെ ഹൃദയം പകരുന്നതായ ആ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ആ ഹൃദയം പകർന്ന് ദൈവസന്നിധിയിൽ കരയുന്നതായ പ്രാർത്ഥന, എൻ്റെ പാപങ്ങളെ എണ്ണി എണ്ണി ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമ യാചിച്ചുകൊണ്ട് രക്തം കൊണ്ട് കഴുക പ്രാപിക്കുന്നതായ ആ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് തകർന്ന ഹൃദയത്തോടെയുള്ള പ്രാർത്ഥന, പാവബോധത്തോടെയുള്ള പ്രാർത്ഥന. അങ്ങനെ ആ പ്രാർത്ഥന കൊണ്ട് കർത്താവിൻ്റെ കൃപ ഇറങ്ങി വന്ന്, ആ കരുണ ഇറങ്ങി വന്ന് എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ആ രക്തം കൊണ്ട് എന്നെ കഴുകുന്ന അനുഭവം പ്രാപിച്ച് സമാധാനത്തോടെ യേശുവിൻ്റെ പാദം മൊത്തിക്കൊണ്ട് എഴുന്നേൽക്കുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കേട്ടുകേൾവിയായ പോരാ, അനുഭവിക്കണം നിങ്ങൾ. തലമുറകൾ രക്ഷപ്പെടും, നിങ്ങളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും, കുടുംബത്ത് സമാധാനം വരും, ഭാവി തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇവിടെ അതാണ് വചനം പറയുന്നത്. വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ തരും. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട ജീവിതം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് വായിക്കാം 4-ാം അധ്യായം 1 തീമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. യൗവനക്കാരോട് പറയുകയാണ്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. പ്രിയപ്പെട്ടവരെ, യൗവനക്കാരോടുള്ള ഉപദേശമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ നിർമ്മലത, വിശുദ്ധി വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്ന് പറഞ്ഞാൽ യൗവനക്കാർ മറ്റു വിശ്വാസികൾക്ക് മാതൃകയായി ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്തിലേക്ക് ഇറങ്ങി ലോകത്തിൻ്റെ മോദങ്ങളിലെല്ലാം ആമോദിച്ച് അതിലെല്ലാം മുങ്ങിത്താണ് ഇങ്ങനെ ജീവിച്ചാൽ പോരാ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയാൽ പോരാ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വാക്ക് നിർമ്മലമായിരിക്കണം. നിങ്ങളുടെ വാക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം. നടപ്പിലും നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങൾ ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നവരായിരിക്കണം. സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള വിശ്വാസികൾക്ക് നിങ്ങൾ മാതൃകയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ഇതിൽ തന്നെ, ഈ വചനത്തിൽ തന്നെ അടിയുറച്ച് ഇരുന്നു കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. പ്രസംഗിക്കുന്നവരോട് പറയുകയാണ്, നിന്നെ തന്നെ ആദ്യം സൂക്ഷിക്കണം. വേല ചെയ്യുന്നവരോട് പറയുകയാണ്, നിന്നെ തന്നെ ആദ്യം സൂക്ഷിക്കണം. ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരോട് പറയുകയാണ്, നിന്നെ തന്നെ ആദ്യം സൂക്ഷിക്കണം. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരണം. നിൻ്റെ ജീവിതത്തിൽ യേശു വേണം. നിൻ്റെ ഓരോ നടപടികളും വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം ദൈവാനുസൃതമായിരിക്കണം. ദൈവത്തിൻ്റെ വചനാനുസൃതമായിരിക്കണം. ദൈവം സന്തോഷിക്കുന്നതായിരിക്കണം. അതുകൊണ്ട് നിന്നെ തന്നെ നീ സൂക്ഷിക്കണം. നീ പിശാചിനിടം കൊടുക്കരുത്. ജീവിതത്തിൽ ഒന്നുകൊണ്ടും പിശാചിനിടം കൊടുക്കാതെ യേശുക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകരിച്ച ഒരു ജീവിതം, അതിങ്ങനെ നിന്നെ തന്നെ സൂക്ഷിക്കണം. നിൻ്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ എന്താണ് പറയാൻ പോകുന്നത്? എന്താണ് പ്രസംഗിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അതെല്ലാം പ്രസംഗിച്ച് പഠിച്ചു വേണമെങ്കിൽ പറയാം. അതല്ല പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശു എനിക്ക് വിളമ്പി തരുന്നത്, യേശു എന്നെ ഏൽപ്പിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് എൻ്റെ ദൈവം ഞാൻ കാത്തിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച് പ്രാപിച്ച് ദൈവകരങ്ങളിൽ നിന്ന് പ്രാപിക്കുന്നത് നീ വിളമ്പിക്കോളാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചാൽ നിനക്ക് വിളമ്പാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉപദേശത്തെ സൂക്ഷിച്ചുകൊള്ളണം. കർത്താവ് തരുന്നതേ പറയാവൂ. ദൈവത്തിന് അനേക പ്രാവശ്യം ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് തരുന്നതേ പറയാവൂ. ബുദ്ധിയിൽ നിന്നൊന്നും എടുത്ത് പറയണ്ട, ബുദ്ധിയിൽ പഠിച്ച് പറയേണ്ടതെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രസംഗം പഠിപ്പിക്കുകയല്ല വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രസംഗം സ്വർഗത്തിൽ നിന്ന് കിട്ടണം. വചനം സ്വർഗത്തിൽ നിന്ന് കിട്ടണം. പ്രസംഗമല്ല വേണ്ടത്. പ്രസംഗം കൊണ്ട് വായു മാനസാന്തരപ്പെടുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് ഓരോ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, ഹൃദയത്തെ കീറി മുറിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്
അത് ജനത്തിന് വിളമ്പിക്കൊടുക്കണം. അതാണ് പ്രസംഗിക്കുന്നവരുടെ ചുമതല. ദൈവത്തിന് സ്തോത്രം. ഓരോ ശുശ്രൂഷ ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിന്നെ തന്നെ രക്ഷിക്കണം, നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും ദൈവം രക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനുതകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ എല്ലാം. പ്രിയപ്പെട്ടവർ, എല്ലാ വേലക്കാരും എല്ലാ ശുശ്രൂഷകാരും എന്ത് പ്രസംഗിക്കുകയും പാടുകയും വചനം പറയുകയും എല്ലാം ചെയ്യുന്നവരും എല്ലാം പ്രിയപ്പെട്ടവർ ഇതൊന്ന് പ്രാവർത്തികമാക്കണേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരോടും ദൈവത്തിൻ്റെ വചനം പറയുകയല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വേലക്കാരാകാം, കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരാകാം. നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമാകട്ടെ, കുടുംബത്തിൽ സമാധാനം വിളയാടകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതാണ് നിർവ്യാജമായ വിശ്വാസത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. വചനം സ്വീകരിച്ച് നിർവ്യാജമായ വിശ്വാസം, ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, ഇവയോടുകൂടി കർത്താവിന് വേല ചെയ്താൽ പ്രിയപ്പെട്ടവരെ, ഒരു നാൾ കർത്താവ് വരുമ്പോൾ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നെന്ന് അപ്പോസ്തലൻ നല്ല ഉറപ്പോടെ പറയുവാൻ അപ്പോസ്തലൻ സാധിച്ചു. നമുക്ക് സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ തലകളെ വണങ്ങാം. കർത്താവേ, നിൻ്റെ വേലക്കാരായി, ദൈവമേ നിൻ്റെ ശുശ്രൂഷക്കാരായി ഞങ്ങളെ ഒരുക്കുവാൻ നിൻ്റെ പരിശുദ്ധാത്മാവ് അധ്വാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അടികളെ താഴ്ത്തി തരുന്നു കർത്താവേ. നിൻ്റെ തിരുവചനത്തിന് മുമ്പിൽ ഞങ്ങളെ താഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വിളയാടുവാൻ, ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവമേ സൗഭാഗ്യം ലഭിക്കുവാൻ, നല്ലൊരു ഭാവി ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അധ്വാനത്തിനായി സ്തോത്രം കർത്താവേ. ദൈവമേ, നിൻ്റെ തിരുവചനത്തിലെല്ലാം ഉണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ. ഞാനിതാ നിൻ്റെ വചനത്തിന് വേണ്ടി ദൈവമേ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി യേശുവേ, വചനമായ യേശുവിനെ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷകനെ, എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷതാവും കർത്താവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാനിതാ സ്വീകരിക്കുന്നു. ദൈവമേ, എൻ്റെ ഹൃദയം നിനക്ക് തരുന്നു, എന്നെ തന്നെ നിനക്ക് തരുന്നു. നീ നിന്നെ തന്നെ എനിക്ക് തന്നല്ലോ, നിന്റെ രക്തമൂറ്റി എനിക്ക് തന്നല്ലോ, ചങ്കിലെ ചോര ഊറ്റി എന്നെ രക്ഷിച്ചല്ലോ. ദൈവമേ, ആ കരങ്ങൾ നീട്ടിയാണല്ലോ അടുക്കൽ വന്നിരിക്കുന്നത്. ദൈവമേ, എന്നെ തന്നെ ഇപ്പോൾ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ, സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.